ഡി ഡോക്ടർമാർ വളരെ കോമൺ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് ചെവിയിൽ ഉറ്റിക്കുന്ന തുള്ളി മരുന്നുകൾ. ഡി ഡോക്ടർമാർ മാത്രമല്ല, ചെപ്പി അലിയാനും മറ്റും കുട്ടികളുടെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണേഴ്സും ഇത്തരം മരുന്നുകൾ കൊടുക്കാറുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള രീതിയിലാണോ ഈ തുള്ളി മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ചെവിയിൽ ഒഴിക്കുന്ന മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ തെറ്റില്ലാതെ ഒഴിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, മരുന്നുകൾ ഒഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് കഴുകുക. അതിനുശേഷം ഈ മരുന്നിൻ്റെ ബോട്ടിലെടുത്ത് അതിൻ്റെ ക്യാപ്പ് തുറക്കാം. ഈ ക്യാപ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇതിനെ ഒന്ന് ബോഡി ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടി നമ്മുടെ കൈയുടെ ഇടയിൽ വെച്ച് ഇതൊരു 40 സെക്കൻഡോളം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഏത് കാലാവസ്ഥയിലും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ ക്യാപ്പ് ഊരി മാറ്റുക. ഈ ക്യാപ്പ് ഊരി മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വിരൽ കൊണ്ട് ഈ നോസിലിൻ്റെ അറ്റത്തോ ബോട്ടിലിൻ്റെ ഭാഗത്തോ തൊടാൻ പാടില്ല. ഇനി നമ്മൾ മരുന്ന് ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ചെവിയിലാണോ നമ്മൾ മരുന്ന് ഒഴിക്കുന്നത് ആ ചെവിയുടെ സൈഡിലായിട്ട് ചെവിയുടെ ഉള്ളിൽ നിന്നുള്ള നീരോ പഴുപ്പോ മറ്റോ പറ്റിയിരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതാദ്യം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചു നീക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മരുന്നുകൾ കൃത്യമായിട്ട് ഉള്ളിലോട്ട് പോവില്ല. അപ്പോൾ ഈ ചെവിയുടെ സൈഡിൽ പറ്റിയിരിക്കുന്ന അഴുക്കൊക്കെ കൃത്യമായി തുടച്ചു മാറ്റിയ ശേഷം നോസിലിൽ നിന്ന് മരുന്ന് ചെവിയുടെ ഉള്ളിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള സ്റ്റെപ്പ്. അപ്പോൾ ചെവിയിലേക്ക് നമ്മൾ മരുന്ന് ഒഴിക്കുമ്പോൾ ഈ നോസിലിൻ്റെ അറ്റത്ത് നമ്മുടെ കയ്യോ അതല്ലെങ്കിൽ ഈ നോസിൽ നമ്മുടെ ചെവിയുടെ സ്കിന്നിലോ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെവിയുടെ ചുറ്റും പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ പഴുപ്പ് ബോട്ടിലിൽ കണ്ടാമിനേറ്റ് ചെയ്യുകയും വീണ്ടും റീഇൻഫെക്ഷന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് പഴുപ്പും അഴുക്കുമൊക്കെ കൃത്യമായിട്ട് തുടച്ചു നീക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും നല്ല പൊസിഷൻ ഇത് കിടന്നുകൊണ്ട് മരുന്ന് ഒഴിക്കുക എന്നുള്ളതാണ്. ഏത് ചെവിയിലാണോ മരുന്ന് ഒഴിക്കുന്നത് ആ വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ ചെരിഞ്ഞു കിടക്കാം. ഇനി അതല്ല, നേരെയാണ് കിടക്കുന്നതെങ്കിൽ ഏത് വശത്താണോ മരുന്ന് ഒഴിക്കേണ്ടത് ആ ചെവി ഓപ്പോസിറ്റ് ദിശയിലേക്ക് ചെരിച്ചു വയ്ക്കാം. ഇനി വലിയ ആളുകളിലും ചെറിയ കുട്ടികളിലും മരുന്ന് ഒഴിക്കുന്നതിൻ്റെ ഡയറക്ഷനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്കുള്ള ഇയർ കനാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ട്യൂബല്ല, ചെറിയൊരു S ഷേപ്പ് പോലെ ഇത് വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുതിർന്ന ആളുകളിൽ, അതായത് 3 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികളിലും മുതിർന്ന ആളുകളിലും നമ്മൾ മരുന്നൊഴിക്കുമ്പോൾ മരുന്നൊഴിക്കുന്ന സമയത്ത് ചെവി പിടിച്ച് വലിക്കേണ്ട ഡയറക്ഷൻസിന് വ്യത്യാസമുണ്ട്. 3 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികളിലും മുതിർന്നവർക്കുമാണെങ്കിൽ നമ്മൾ ഈ ചെവിയുടെ പുറം ഭാഗത്തുള്ള പിന്ന മുകളിലോട്ടും പുറകോട്ടും പുറത്തേക്കുമാണ് വലിക്കേണ്ടത്. അപ്വേർഡ്സ്, ബാക്ക്വേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. അപ്പം ഇങ്ങനെ വലിച്ചുകൊണ്ട് ഈ തുള്ളിമരുന്ന് ചെവിയുടെ തൊലിപ്പുറത്തും കനാലിലും മറ്റും തൊടാതെ ഉള്ളിലേക്ക് നമുക്ക് ഉറ്റിച്ചു കൊടുക്കാം. എത്ര ഡ്രോപ്പാണോ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അത്രയും തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ തുള്ളിമരുന്ന് ഉള്ളിലോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ചെവിയുടെ മുൻഭാഗത്തായിട്ട് ട്രാഗസ് എന്ന് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ട്രാഗസിൽ നന്നായിട്ട് അമർത്തി കൊടുക്കുക. അമർത്തുക, റിലീസ് ചെയ്യുക, അമർത്തുക, റിലീസ് ചെയ്യുക. ട്രാഗൽ പമ്പിങ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ട്രാഗൽ പമ്പിങ് നമ്മൾ ചെയ്യുമ്പോൾ ഈ തുള്ളിമരുന്ന് നല്ലവണ്ണം ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ മരുന്ന് ഒഴിച്ച ശേഷം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഇനി കുട്ടികൾക്കാണ് ഒഴിക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഈ കനാലിൻ്റെ ഡയറക്ഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിത് വലിക്കേണ്ട ഡയറക്ഷൻ താഴോട്ടും പിന്നിലോട്ടും പുറത്തേക്കുമാണ്, അതായത് ഡൗൺവേർഡ്സ്, ബാക്ക്വേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഈ ഒരു ഡയറക്ഷനിലാണ് ചെറിയ കുട്ടികൾക്ക് മരുന്ന് ഒഴിക്കേണ്ടത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരാളും കൂടെ വീട്ടിലുണ്ടെങ്കിൽ അവരെയും കൂടെ ഒന്ന് കൂടെ കൂട്ടാം. കുട്ടികളുടെ തല ചെരിച്ചു പിടിക്കാനും അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടത്താനും ഒക്കെ ഈ ഒരു വിദ്യ സഹായിക്കും. മരുന്ന് ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റ് അവരുടെ കൂടെ ഒന്ന് കിടന്നു കൊടുക്കുകയും ആവാം. 2 ചെവിയിലും മരുന്ന് ഒഴിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഇതേ സ്റ്റെപ്പ് മറ്റേ ചെവിയിലും ആവർത്തിക്കുക. എന്നാൽ ഈ 2 ചെവിയിലും ആവർത്തിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം ഒരു 5 മിനിറ്റ് എങ്കിലും ഉണ്ടാവാൻ ശ്രദ്ധിക്കുകയും വേണം. മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാം?
5 മിനിറ്റ് കിടന്നിട്ടും എണീറ്റ് കഴിയുമ്പോൾ കുറച്ച് മരുന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, ആവശ്യത്തിന് മരുന്ന് ഉള്ളിലെത്തിയിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു തുള്ളി മരുന്നും ചെവിയുടെ ഉള്ളിൽ ഒഴിക്കരുത്. മൂന്നാമത്തെ കാര്യം, എപ്പോഴും മരുന്ന് ഒഴിക്കുന്നതിന് മുമ്പ് ബോട്ടിലിൽ ഒന്ന് എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ നിർദ്ദേശിച്ച പ്രകാരമാണോ ഈ മരുന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ മരുന്നിന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുമ്പ് അലർജി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കുക. മരുന്ന് ഒഴിച്ച ശേഷം ഒരിക്കലും ചെവിയുടെ ഉള്ളിലേക്ക് വിരലിട്ട് ആ മരുന്നിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. വൃത്തിയായി കഴുകാത്ത കൈകൊണ്ട് ചെവിയുടെ ഉള്ളിൽ മരുന്ന് ഒഴിച്ച ശേഷം വീണ്ടും ഇങ്ങനെ ചെയ്താൽ ഇത് അണുബാധയ്ക്ക് കാരണമാവും. അപ്പോൾ ചെവിയുടെ ഉള്ളിൽ മരുന്ന് ഒഴിക്കേണ്ട രീതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ചെവിയിൽ എപ്പോഴെങ്കിലും മരുന്നുകൾ ഒഴിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.